الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവവും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന വാർത്തകളിൽ ഒരു തുടർക്കഥ എന്നോളം ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സഹിക്കാനാകാത്ത പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ഇനി ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് കരുതി സ്വന്തമായി ജീവനെടുക്കുന്ന ആ ഒരു പ്രവണത ഇന്ന് അധികരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. തീവ്രമായ ഒരു വൈകാരികതയിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനമാണ്. അല്പനേരത്തെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അല്പനേരത്തെ അക്ഷമ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന, വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു മേഖലയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത്, ഐഹിക ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മനുഷ്യരായ നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച്
എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, പരീക്ഷണങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ത്യജിച്ചും ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായ ഒരു ബോധമുണ്ട്, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഈ ഒരു ബോധം നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവൻ തിരിച്ചെടുക്കേണ്ടത് ആ റബ്ബ് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മളൊക്കെ വല്ലാത്ത ആത്മാർത്ഥതയോടുകൂടി മനഃപ്പാഠമാക്കിയ അധ്യായമാണിത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ പറയുക? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? അയ്യക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെന്നറിയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മളെ പറഞ്ഞയച്ചു പരീക്ഷിക്കുവാൻ വേണ്ടി. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? വനനബുലുകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഒരു പരീക്ഷണം എന്ന നിലക്ക് നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു പറയാണ്, നന്മ നൽകിക്കൊണ്ടും കൂട്ടരെ നിങ്ങളെ നാം പരീക്ഷിക്കും, തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. ഇത് രണ്ടുണ്ടാകുമ്പോൾ അല്ലാഹുവിൽ നിന്നാണെന്നുള്ള ബോധം വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മിലേക്ക് നിങ്ങൾ മടങ്ങി വരും. എത്ര കൃത്യമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പരീക്ഷണങ്ങൾക്കൊക്കെയും നമ്മളൊന്ന് മനസ്സിലിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സലഫുകൾ, സഹാബാ കിറാമുകൾ അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ് അല്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. വിരൂപിയായ കറുത്തവനായ ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ യജമാനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ ശരീരത്ത് ഭാരമുള്ള കല്ലുകൾ കയറ്റി വെച്ച് കെട്ടി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇരു ദിശയിലേക്കും വലിക്കുകയാണ് യജമാനൻ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ബിലാലെ, മാറ്റത്തിന് നീ തയ്യാറുണ്ടോ? മാറാൻ നീ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ നിന്ന് നീ മാറാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താം, നിന്നെ ദ്രോഹിക്കില്ല, നിന്നെ സങ്കടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പ്രഹരമേൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കറുത്തവനായ വിരൂപിയായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് എന്ന് മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനമാണ്. ആ ഒരു നിലയിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എത്തേണ്ടത്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. കാരണം അല്ലാഹുവിലുള്ള ഖദാ ഖദറിലുള്ള വിശ്വാസത്തിൽ പൂർണ്ണമായി വിശ്വാസം ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും ഭയപ്പെടാനില്ല എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണല്ലോ, കതബല്ലാഹു മഖാദീറൽ ഖലാഇഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ എല്ലാ രൂപത്തിലുള്ള അളവും തോതും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. قبل أن يخلق السماوات والأرض ب50 ألف سنة ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സൃഷ്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും സംഭവിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അതുപോലെ സംഭവിക്കുകയുള്ളൂ. ആ ഒരു ബോധം വിശ്വാസികളെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകണം. പലപ്പോഴും ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ഖൈർ വരുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കാത്ത രൂപത്തിൽ നമുക്ക് ഖൈറുകൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അല്ലാഹുവിനെ വാഴ്ത്തുന്നു, അതുപോലെ തന്നെ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നു. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ കൃത്യമായി കൊണ്ട് ക്ഷമിക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധ്യമായി. എത്ര ആളുകളുണ്ട് മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും ഒക്കെ പോയി അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്, അടുത്തവനാണ്, എന്നോട് ചോദിച്ചോട്ടെ എന്നാണ്. എന്നാൽ ആ റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടേണ്ടതിന് പകരം മൺമറഞ്ഞുപോയ മഹത്തുക്കളോടും മഹാന്മാരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഖലാ ഖദറിലുള്ള വിശ്വാസം അവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ കടന്നു വന്നാലും ഒരു വിശ്വാസി ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്. മരിച്ചു പോയെങ്കിൽ എന്ന് അവന്റെ ജീവിതത്തിൽ അവർക്ക് തോന്നരുത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്ദരമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ യതമന്നാ അഹദുകുമുൽ മൗത്ത്, നിങ്ങളാരും തന്നെ മരണം ആഗ്രഹിക്കരുത്. പക്ഷേ ഒന്ന് മരിച്ചു പോയെങ്കിൽ, അല്ലെ? നമ്മൾ തമാശക്കും ചിലപ്പോൾ നമ്മൾ പറയലുണ്ട്, പ്രിയപ്പെട്ടവരുടെ ഗൗരവമാണ്, പറയാൻ പാടില്ല, ആ രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല, അല്ലേ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ലാ യതമന്നാ അഹദുകുമുൽ മൗത്ത്, നിങ്ങളാരും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്, അവനൊരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് അധികരിപ്പിക്കാമല്ലോ. എത്ര കൃത്യമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയാളൊരു നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അയാൾക്ക് അധികരിപ്പിക്കാമല്ലോ. അവനൊരു ദുഷ്കർമ്മകാരിയാണെങ്കിൽ അവൻക്ക് പശ്ചാത്തപിക്കാൻ അവസരം ലഭിച്ചേക്കും. അവനൊരു ദുഷ്കർമ്മകാരിയാണെങ്കിൽ അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാതെ കുറച്ചൊന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പൂർത്തിയാകണമെന്ന്. എന്നാലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് ഒരു വ്യക്തി അങ്ങടെ ആത്മഹത്യ ചെയ്തെന്ന് കൂട്ടുക, അത് എല്ലാത്തിനും ഒരു പരിഹാരമാകുമോ? അതൊരു പരിഹാരമായിട്ട് വരുമോ? ഇല്ലല്ലോ. അതിന്റെ പിന്നിൽ വരുന്ന പ്രത്യാഘാതങ്ങൾ എത്രയാണ്. ദുനിയാവിലല്ല ഉദ്ദേശിച്ചത്, നാളെ പരലോകം ചെയ്യാൻ, അല്ലെ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ ഈ വിഷയവുമായി നമ്മളെ പഠിപ്പിച്ചെന്തായോ, നിങ്ങൾ ഒരാളും മരണത്തെ കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. അല്ലെ? എത്രയോ രോഗികളുണ്ട്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്ന രോഗിയാണോ? മരണത്തെ കുതിക്കാനല്ല പറഞ്ഞത്, അവൻ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. പടച്ചോനെ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ.
അതല്ല അല്ലാഹുവേ എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്നത് ഗുരുതരമായ ഒരു പാപമായി കൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടാകും അല്ലെ, പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടം കൊണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, എത്രയോ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവൻ എടുക്കുവാനുള്ള അർഹത അത് റബ്ബിന് മാത്രമുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ജീവനെ നിങ്ങൾ എടുക്കരുത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ആത്മഹത്യ എത്തിയത് എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിരാശ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അല്ലാഹുവിൽ നിരാശപ്പെട്ടിരിക്കുകയില്ല. ഒരു വിശ്വാസിക്ക് നിരാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകിയാലും അത് ഖൈറായി കണ്ടേ, അത് സന്തോഷമായി കണ്ടേ, അതിന് ശുക്ർ ചെയ്ത് നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതമായിരിക്കണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നിരാശ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. ഇനി നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്യുന്നവന് മരണാനന്തരം ലഭിക്കുന്ന എത്രയെത്ര വലിയ ശിക്ഷകളുണ്ട് എന്നറിയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കാന ബിറജുലിൻ ജിറാഹ്, ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റി, ഫഖതല നഫ്സഹ, ആ മുറിവ് പറ്റിയ കാരണത്താൽ അയാൾ സ്വന്തമായി ആത്മഹത്യ ചെയ്തു. സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബദലനി അബ്ദി ബിനഫ്സിഹി, എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കുവാൻ അവൻ ധൃതി കൂടി. അഥവാ ഞാൻ കൊടുത്ത ജീവൻ ഞാനല്ലാതെ അവൻ തന്നെ അതിനെ തിരിച്ചെടുത്തു. അതുകൊണ്ട് അവന്റെ മേൽ സ്വർഗ്ഗത്തെ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു നൽകിയ ജീവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നതിന്റെ മുമ്പ് ദുനിയാവിലെ ഒരു പ്രയാസം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് മുറിവാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ, എന്താകട്ടെ, സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തമായി അവനവന്റെ ജീവനെടുത്ത കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ സ്വർഗ്ഗത്തെയാണ് നിഷിദ്ധമാക്കിയത്. പ്രിയപ്പെട്ടവരെ, എല്ലാ ക്രമങ്ങളും ബാധ്യരായില്ലേ? അവൻ ഇത്രയും കാലം അവൻ ഉള്ള കാലത്തോളം അവൻ ചെയ്ത കർമ്മങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടില്ലേ? അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ സ്വതകൾ, അവന്റെ ഉംറകൾ, അവൻ ചെയ്ത മറ്റുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളെല്ലാം അവർക്ക് നിഷ്ഫലമായി അല്ലേ? പിന്നെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലോ ഈ ദുനിയാവിൽ ബാക്കിയുള്ള ആളുകൾക്കും അതിന്റെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി നമ്മൾ സൂക്ഷിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലദീ യഖ്ലുഖു നഫ്സുഹു യഖ്ലുഖുഹാ ഫിന്നാർ, വല്ലവനും സ്വന്തമായി ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ചുകൊണ്ട് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് അല്ലെ? ഒരാൾ കത്തിയെടുത്ത് കുത്തിയാൽ അവൻ നരകത്തിൽ അപ്രകാരമായിരിക്കും. ഒരാൾ മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവർക്ക് നാളെ പരലോകരൂപത്തിലായിരിക്കും ശിക്ഷ. രക്ഷപ്പെടാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ലക്ഷ്യബോധമാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കുക. എന്റെ റബ്ബ് എന്നെ വിചാരം ചെയ്യും. അതൊരു ലക്ഷ്യബോധമാണ്.
എന്റെ റബ്ബ് എന്നെ പറഞ്ഞയച്ചത് എന്റെ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതൊരു ലക്ഷ്യബോധമാണ്. ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ എന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ലക്ഷ്യബോധമാണ്. ആ ഒരു ബോധം നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലേക്കുള്ള തിന്മകളിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുന്നത്. ഇതിൽ ഒരു പ്രായ വ്യത്യാസം ഇന്ന് കാണുന്നില്ല. എത്രയോ ചെറിയ ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും എല്ലാം ഇതിന്റെ പിടുത്തത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇത് കേരളക്കരയിൽ നിന്നൊരു ട്രെൻഡ് ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കാം. ആർക്കാണ് നഷ്ടമാകുന്നത് പ്രിയപ്പെട്ടവരെ? ഒന്നാമതായിട്ട് ആരാണോ ആത്മഹത്യ ചെയ്യുന്നത് അവൻക്കാകുന്ന നഷ്ടം. പിന്നെ ആ കുട്ടിയെ അത്രയും കാലം പോറ്റി വളർത്തിയ ആ രക്ഷിതാക്കൾക്കുമാകുന്നു അതിന്റെ നഷ്ടം. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് പരീക്ഷണത്തിന്റെ ഒരു കലവറയാണ്. നമ്മളെന്നും ഹൈറ് വരും, എന്നും നല്ലത് വരുമെന്ന് വിചാരിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഷർറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഒരുപക്ഷെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മെ ആത്മാർത്ഥമായി കൊണ്ട് സ്നേഹിക്കണമെന്നില്ല. നമ്മൾ എത്ര വലിയ സാമ്പത്തിക വിശുദ്ധി നമ്മൾ കാണിച്ചാലും ഒരുപക്ഷെ കൂടെയുള്ളവൻ അത് കാണിക്കണമെന്നില്ല. അത് വിചാരിച്ച് ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല. വിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും നമ്മൾ മുറുകെ പിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. നോക്കൂ നിങ്ങൾ, ആത്മഹത്യയോടുള്ള അമർഷം ജനങ്ങളെ അറിയിക്കുവാനായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നില്ല എന്ന് ഹദീസിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആയുധങ്ങൾ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്ത ഒരാളുടെ മയ്യിത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമസ്കരിച്ചില്ല എന്ന് നമുക്ക് ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും എത്ര വലിയ ദുരിതങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ കാര്യം എന്നുള്ളത് ഇത് ദുനിയാവാണ്. ഇവിടെ പരീക്ഷണമുണ്ടാകും, ഇവിടെ ദുഃഖമുണ്ടാകും, ഇവിടെ സന്തോഷമുണ്ടാകും, ഇവിടെ എല്ലാം സമ്മിശ്രമായി ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ലോകത്ത് അതിക്രമങ്ങളും പ്രയാസങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ട ഒരു വാർത്തയാണല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു അച്ഛനെയും അമ്മയെയും സ്വന്തം മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. നമ്മൾ ആലോചിക്കണം, വയസ്സായ വൃദ്ധരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം, അവരെ പരിപാലിക്കേണ്ടതിന് പകരം അവരോട് ധിക്കാരത്തോടുകൂടി അമർഷത്തോടുകൂടി അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആ പൊന്നുമോൾ ആ മാതാപിതാക്കളോട് ചെയ്ത ക്രൂരതയുടെ വിശാലത എത്രയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആലോചിക്കുവാനുള്ളൂ, അല്ലെ? കൊലപാതകങ്ങൾ ഒരു ഭാഗത്ത് തകർന്നാടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ജനങ്ങൾ പരസ്പരം കൊന്നുകളയുന്ന രൂപത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എത്ര വലിയ പ്രത്യാഘാതമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ മാതൃകയാക്കിയെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണം വരെ മാതൃകയാക്കുവാനും അവിടുത്തെ ജീവിതത്തെ കൃത്യമായി പിൻപറ്റാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ ഒരു കാലഘട്ടത്തിൽ ഏത് രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലഘട്ടം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അല്ലാഹുവിനെ പേടിക്കാതെയും അല്ലാഹുവിനെ സൂക്ഷിക്കാതെയുമുള്ള ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിൽ നാളെ സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമല്ല. ഈ ഒരു കാലഘട്ടത്തിലൂടെ എത്ര വലിയ തെറ്റുകൾ നമ്മൾ ചെയ്ത് നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൽബും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന എന്റെ റബ്ബുണ്ട് എന്നുള്ള ഒരു ബോധം ആദ്യഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആദമിന്റെ സന്തതികൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ ആരാന്നറിയുമോ? തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ്. പരസ്പര ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി ആത്മാർത്ഥമായി കലങ്ങിക്കരഞ്ഞ കണ്ണുമായി റബ്ബിലേക്ക് മടങ്ങുന്നവനാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഹാക ഫീ സുദിക, അത് നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു പ്രയാസം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അല്ലെ, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ യജമാനൻ കാണാതെ ആ കേസിയറിൽ നിന്ന് നമ്മൾ കുറച്ച് അല്പം സമ്പത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു തോന്നലുണ്ട്, അത് വേണ്ടിയിരുന്നില്ല, ആ പണം എനിക്ക് ആവശ്യപ്പെടേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് കേട്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ അകറ്റും, നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടും എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ സംശയമില്ല. തെറ്റ് ചെയ്ത് മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും ശേഷം പഠിച്ചവനെ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ള ഒരു ചിന്ത വരുന്നതിന്റെ മുമ്പേ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾക്ക് വേണ്ടത്. മാത്രമല്ല ജനങ്ങളിലേക്ക് അത് എത്തുന്നതിന് നീ വെറുക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ, ഇതെങ്ങാനും എന്റെ ഉപ്പ അറിയുമോ, എന്റെ കുട്ടികൾ അറിയുമോ, എന്റെ മാതാപിതാക്കൾ അറിയുമോ എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തെ അകറ്റും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരവസ്ഥക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ കഴിവിന്റെ പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ആരാധനാ കർമ്മങ്ങൾ നല്ല ഭംഗിയോടുകൂടി നമുക്ക് നിർവഹിക്കുവാൻ കഴിയും. അതുകൊണ്ട് ജീവിതം എന്നുള്ള ഈ ഒരു പരീക്ഷണത്തിന്റെ കലവറയിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത് മരണം എന്നുള്ള വാസ്തവത്തെയാണ്. അല്ലെ, ഇന്നൽ മൗത ഫസബുൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മരണം അത് ഭീതിജനകമായി കൊണ്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു രംഗം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എവിടെ വെച്ച് എങ്ങനെ വരുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. ഒരുപാട് മയ്യിത്തുകളെ കുടിപ്പിച്ച ആളുകളാണ് നമ്മൾ, ഒരുപാട് മയ്യിത്തുകൾക്ക് കഫൻകുടവ അണിയിച്ച ആളുകളാണ് നമ്മൾ. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് തസ്ബീഹിന്റെ വചനങ്ങൾ ചൊല്ലി പിരിഞ്ഞുപോയി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനുണ്ട്.
നമ്മെക്കുറിച്ച് ആളുകൾ പറയും, ഇന്ന വീട്ടിൽ താമസിച്ച ഇന്ന വ്യക്തി ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ കുറിച്ച് ആളുകൾ പറയും. നമ്മുടെ ജനാസയെ കാണാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി നമസ്കരിക്കുവാൻ ആളുകൾ കടന്നു വരും. അതിൽ നമ്മുടെ മരണവാർത്ത കേട്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ടാകും, നമ്മുടെ മരണവാർത്ത കേട്ട് ദുഃഖിക്കുന്ന ആളുകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണവാർത്തയിൽ ദുഃഖിക്കുന്നവരാകാൻ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാനുള്ള പ്രവർത്തനമാണ് ഈ ജീവിത കാലഘട്ടത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു നൽകിയ ജീവൻ അത് കൃത്യമായ ഒരു സമയമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. അത് പടച്ചറബ് നമ്മിൽ നിന്ന് എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മുന്നേ പരീക്ഷണത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുകളിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ സ്വന്തമായി ജീവൻ എടുക്കുന്ന ഒരു രീതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഗൗരവം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മയിൽ സജീവമാകുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വാടാനപ്പള്ളി ഭാഗത്ത് നമ്മുടെ ഒരു സലഫി മസ്ജിദ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളും, എല്ലാ മദ്രസകളും, എല്ലാ ദീനിയായ സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് അവിടെ നടന്നു പോകുന്നത്. അതൊരു പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതിലേക്ക് ഭാഗവക്കാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് നാളെ പടച്ചുറപ്പ് നമുക്ക് നൽകുക. അല്ലെ, ഹദീസിൽ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ സഹോദരന്മാർ അവർ നമ്മളോട് സഹായിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് ആ പള്ളി ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ സമ്പത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അല്ലാഹു അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആത്മാർത്ഥമായി സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധിയും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർണ്ണമാക്കാനുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാകുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മനസ്സ് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا